ഇത് വെറുമൊരു റെനോവേഷനല്ല, ഒരു വീടിനെ പ്രകൃതിയോട് കൂട്ടിയിണക്കിക്കൊണ്ട് അടിമുടി മാറ്റിയെഴുതിയ അപൂർവ സുന്ദരമായൊരു നിർമ്മിതിയുടെ കഥയാണ്. തികച്ചും സാധാരണമായ ഒരു പഴയ വീടിനെ കാറ്റും വെളിച്ചവും മഴയും വെയിലുമെല്ലാം ഉള്ളിലെത്തിക്കുന്ന ഒരു കണ്ടംപററി രൂപകൽപ്പനയിലേക്ക് മാറ്റിയെടുത്ത ഈ പ്രോജക്റ്റ് നമ്മുടെ സാധാരണ വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഇക്കോ ഫ്രണ്ട്ലി അനുഭവമാണ്. കാഴ്ചയിൽ വളരെ ലളിതമെന്ന് തോന്നുന്ന തികച്ചും ശാസ്ത്രീയവും സാങ്കേതികവുമായ മികവാണ് വീടിനെ ശ്രദ്ധേയമാക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനും ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഡിജിറ്റൽ ഇ ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സ്വാഗതം ഇൻറ്റീരിയർ മാഗസിനിലേക്ക്. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു ഇക്കോ ഫ്രണ്ട്ലി നിർമ്മിതിയുടെ പ്രശാന്തത അനുഭവിപ്പിക്കുന്നുണ്ട് ഈ വീട്. പഴയ വീടിൻ്റെ ചിത്രങ്ങൾ പറയും ഈ പുതിയ മാറ്റം എത്രയേറെ വ്യത്യസ്തവും ആകർഷകവുമാണെന്ന്. ഒന്നാം നിലയിൽ ഭിത്തിക്ക് പുറത്തായി നൽകിയ ടെറാക്കോട്ട ബ്രിക്ക് സ്ക്രീനാണ് വീടിൻ്റെ ഹൈലൈറ്റ്. ഇഷ്ടികകൾ സിഗ്സാഗ് മാതൃകയിൽ സ്ഥാപിച്ച ഈ സെമി ഓപ്പൺ ഭിത്തി കടുത്ത വെയിലിനെ തടയുന്നതിനൊപ്പം തന്നെ ഉള്ളിലെ വായുസഞ്ചാരം സുഗമമാക്കിക്കൊണ്ട് അന്തരീക്ഷം തണുപ്പുള്ളതാക്കുകയും ചെയ്യുന്നുണ്ട്. വീടിനകത്തെ ചൂട് നിയന്ത്രിച്ചു നിർത്താനും സുഖകരമായ വായുസഞ്ചാരം നിലനിർത്താനും ഈ സെമി ഓപ്പൺ സ്ക്രീനിലൂടെ സാധിക്കുന്നുണ്ട്. ഒന്നാം നിലയിലെ ബാൽക്കണിയുടെ വിൻഡോ ഓപ്പണിങ്ങിലൂടെ ബ്രിക്ക് വാളിൽ ഒരു പ്രൊജക്റ്റഡ് മെറ്റൽ ഫ്രെയിം നൽകിയിട്ടുണ്ട്. ഭിത്തിക്കും സ്ക്രീനിനുമിടയിലെ ബഫർ സോണിൽ ഇൻഡോർ പ്ലാന്റുകളും നൽകി. എലവേഷനിലെ ആകർഷകമായൊരു ഡിസൈൻ എലമെൻ്റായും ഈ ഓപ്പൺ മെറ്റൽ ഫ്രെയിം മാറുന്നുണ്ട്. നീണ്ട സൺഷെയ്ഡാണ് സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത. വെയിലിൽ നിന്ന് സിറ്റ് ഔട്ടിനെയും വീടിനെയും സുരക്ഷിതമാക്കുക എന്നതാണ് വീട്ടിലുടനീളം നൽകിയിട്ടുള്ള നീണ്ട സൺഷെയ്ഡുകളിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും എക്സ്പോസ്ഡ് ടെറാക്കോട്ട ടൈൽ ഫിനിഷിൽ നിലനിർത്തി. സീലിംഗിലെ കോൺക്രീറ്റ് ഫിനിഷും ശ്രദ്ധേയമാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുന്ന വിധത്തിലാണ് ഫോമൽ ലിവിംഗ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇരുവശങ്ങളിലും വിശാലമായ ജനലുകൾ നൽകിയ ചെറിയ ഫോമൽ ലിവിംഗ് ആണ് ഇവിടെ. ഡബിൾ ഹൈറ്റിലെ ലിവിങ്ങിൽ ഇളം നിറത്തിലുള്ള കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുകളാണ് സ്ഥാപിച്ചത്. ഇൻഡോർ പ്ലാന്റുകളുടെ സജീവ സാന്നിധ്യവും ഇവിടെ കാണാം. സ്കൈലിറ്റോട് കൂടിയ ഓപ്പൺ കോർട്ട്യാർഡാണ് ഡൈനിങ് ഏരിയയെ കൂടുതൽ സുന്ദരമാക്കുന്നത്. ഈ സ്പേസിനെ തണുപ്പുള്ളതും സുഖപ്രദമാക്കുന്നതിലും കോർട്ട്യാർഡ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വീട്ടിലെ ഏറ്റവും മനോഹരമായ ഇടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവിടെ മിനിമൽ ഡിസൈനിലെ വുഡൻ ഡൈനിങ് യൂണിറ്റാണ് സ്ഥാപിച്ചത്. ലളിതമാണ് വാഷേരിയ ഡിസൈൻ. ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പിന് ഉപയോഗിച്ചത്. സ്റ്റോറേജോടുകൂടിയ വാഷ് യൂണിറ്റിലും ഇൻഡോർ പ്ലാന്റുകളുടെ സാന്നിധ്യമുണ്ട്. പാൻട്രി കിച്ചനോട് ചേർന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ചെയറുകളും നൽകിയിട്ടുണ്ട്. ഇവിടെ പഴയ വീടിൻ്റെ സ്ട്രക്ചർ അതേപടി നിലനിർത്തിക്കൊണ്ട് ലളിതമായ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ഏറെ കളർഫുള്ളായാണ് ടേബിൾ ക്രമീകരിച്ചത്.
പകൽ വെളിച്ചവും പാൽനിലാവും ഒരുപോലെ ഉള്ളിലെത്തിക്കുന്ന സർക്കുലാർ സൺലൈറ്റാണ് സ്റ്റെയർ സ്പേസിൻ്റെ അഴക്. സീലിംഗിലെ കോൺക്രീറ്റ് ഫിനിഷും ലൈറ്റുകളും ഫ്ലോറിലെ പ്രതിബിംബവും സുന്ദര കാഴ്ചകളാണ്. എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സീലിംഗും അതിലെ മിനിമൽ റീപ്പറുകളും അപ്പർ ലിവിങ്ങിനെ വീടിൻ്റെ ഇക്കോ ഫ്രണ്ട്ലി ഡിസൈൻ ശൈലിയുമായി ഇണക്കി ചേർക്കുന്നുണ്ട്. TV വാളും ബുക്ക് ഷെൽഫും ബ്രിക്ക് വാളിൻ്റെ സാമീപ്യവും ഈ സ്പേസിനെയും വേറിട്ട് നിർത്തുന്നു. വീടിൻ്റെ ഡിസൈനിലെ നിർണായക സ്ഥാനമാണ് ഈ ബാൽക്കണിക്ക്. ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്ന ടെറാക്കോട്ട ബ്രിക്ക് സ്ക്രീനിനും പുറംഭിത്തിക്കുമിടയിലുള്ള ബഫർ സോണിലെ മെറ്റൽ ഫ്രെയിമും ഇൻഡോർ പ്ലാന്റുകളും വീടിൻ്റെ അകത്തളങ്ങളിൽ മികച്ച വെന്റിലേഷന് വഴിയൊരുക്കുന്നുണ്ട്. ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ് വീട്ടിലെ ബെഡ്റൂമുകൾ. 2 നിലകളിലുമായി 5 ബെഡ്റൂമുകൾ. ഓരോ ബെഡ്റൂമുകളും ഉപയോഗിക്കുന്നവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുകയായിരുന്നു. കട്ടിലുകളിലും ഫർണിഷിങ്ങിലും സൈഡ് ടേബിളുകളിലും നിറങ്ങളുടെ ഉപയോഗത്തിൽ പോലും ഈ വ്യത്യസ്തത ദൃശ്യമാണ്. പഴയ സ്ട്രക്ചറിലുണ്ടായിരുന്ന 2 ബെഡ്റൂമുകൾ അതേപടി നിലനിർത്തിക്കൊണ്ട് അവയെ നവീകരിച്ചെടുത്തു. ജിപ്സം സീലിംഗ്, എക്സ്പോസ്ഡ് കോൺക്രീറ്റ് തുടങ്ങിയ ആധുനിക ഫിനിഷുകളിൽ സീലിംഗ് നൽകി. നിറങ്ങളുടെ വേറിട്ട ഉപയോഗത്തിനു പുറമെ ഇൻഡോർ പ്ലാന്റുകളുടെ സാന്നിധ്യവും എല്ലാ ബെഡ്റൂമുകളിലും ശ്രദ്ധേയമാണ്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡായാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട്, വീട്ടുകാരുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, പ്ലോട്ടിൻ്റെ സ്വഭാവം കൃത്യമായി പഠിച്ചുകൊണ്ടൊരു റെനോവേഷൻ എന്ന് തീർച്ചയായും വിശേഷിപ്പിക്കാം ഈ നിർമ്മിതിയെ. മലപ്പുറം ചെമ്മാട് 11 സെൻറ്റ് പ്ലോട്ടിൽ 3476 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിലകൊള്ളുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 2000-ഓളം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. ബിസിനസ്സുകാരനായ ഫൈസലിനും കുടുംബത്തിനും വേണ്ടി കോഴിക്കോട് ആസ്ഥാനമായ ഹണികോംബ് ആർക്കിടെക്ട്സാണ് വീടൊരുക്കിയത്. ആർക്കിടെക്ട് ഡിവിനും എഞ്ചിനീയർ അഹമ്മദ് ഫായിസുമാണ് രൂപകൽപ്പന നിർവഹിച്ചത്. ഒരു റെനോവേഷന് എത്രത്തോളം വ്യത്യസ്തമാകാം എന്നതിനൊപ്പം തന്നെ പ്രകൃതി സൗഹാർദ്ദ നിർമ്മിതികളുടെ അടിസ്ഥാന തത്വങ്ങളെ ഒരു റെനോവേഷനിലും അനായാസമായി ഇണക്കി ചേർക്കാനാവും എന്ന് തെളിയിക്കുകയാണ് ഈ മനോഹര നിർമ്മിതി. മികച്ച വീടുകളെക്കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.